വേദവതിയുടെ മരണം വല്ലാതെ രാവണനെ തളർത്തി. അവളുടെ മരണം അവന്റെ കണ്ണുകളിൽ നിന്നും മാഞ്ഞുപോയിരുന്നില്ല. ശാന്തി തേടി തന്റെ ഗുരുവിന്റെ അടുത്തേക്ക് യാത്ര തിരിച്ചു. ഒരുപാട് അലഞ്ഞ് രാവണൻ ഗുരുവിനെ ധ്യാനിച്ച് ഇരുന്നു. ഗുരു അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മനഃശാന്തി ലഭിക്കാൻ മഹാദേവനെ ഉപാസിക്കുവാൻ ഗുരു ഉപദേശിച്ചു. ശേഷം രാവണൻ പർവ്വതത്തിൽ എത്തിച്ചേരുകയും ശിവതാണ്ഡവസ്തോത്രത്താൽ മഹാദേവനെ സംപ്രീതനാക്കി. വർഷങ്ങളോളം രാവണൻ തപം ചെയ്തു. അങ്ങനെ അവൻ പൂർണ്ണമായും ഇപ്പോൾ വേദവതിയെ മറന്നിരിക്കുന്നു. ലങ്കയിൽ തിരിച്ചെത്തിയ രാവണൻ വീണ്ടും സജീവമായി. ശേഷം മണ്ഡോദരിയെ വിവാഹം ചെയ്തു. ഒരിക്കൽ രാജതന്ത്ര ചർച്ചയ്ക്കിടയിൽ തന്റെ സഹോദരി മീനാക്ഷി അലമുറ ഇട്ട് വികൃതമായി ചുടുരക്തത്തിന്റെ ഗന്ധത്തോടെ ഓടിവരുന്നു. കാട്ടിൽ വച്ച് ദശരഥപുത്രനായ രാമന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണനാണ് ഈ കൊടും ക്രൂരത തന്നോട് ചെയ്തത് എന്ന് അവൾ പറഞ്ഞു. അവരുടെ കൂട്ടത്തിലെ സീതയെ അപഹരിച്ചു വന്നാൽ അവർ വിരഹദുഃഖത്താൽ തകരും എന്ന് രാവണനിൽ പ്രതികാര അഗ്നി ജ്വലിപ്പിച്ചു. ഉച്ചമേക്കത്തിൽ ഉള്ള രാവണന്റെ സ്വപ്നത്തിൽ ഗുരു പ്രത്യക്ഷനായി. ദശമുഖ അരുത്, പോകരുത്, അവൾ വേദവതിയാണ്, നിന്റെ കുലം നശിപ്പിക്കാൻ സീതയായി വന്നവൾ. എന്നാൽ രാവണന്റെ മനസ്സ് വേദവതിയെ കാണുവാൻ കൊതിച്ചു. സീതയെ കാണുവാൻ രാവണൻ മാരീചനെയും കൂട്ടി യാത്രയായി. പഞ്ചവടിയിൽ എത്തിയ രാവണൻ സീതയെ കാണുവാൻ കാത്തുനിന്നു. മാരീചൻ മാനിന്റെ വേഷം ധരിച്ച് രാമലക്ഷ്മണന്മാരുടെ ശ്രദ്ധ തിരിച്ചു. ഒരു താപസന്റെ വേഷമണിഞ്ഞ് രാവണൻ സീതയെ ലങ്കയിലേക്ക് കൊണ്ടുപോയി. മനോഹരമായ പർണാശ്രമം അവൾക്കായി നിർമ്മിച്ചു. ഇത്കണ്ട് മീനാക്ഷിക്ക് സന്തോഷമായി. അവൾക്ക് ഒരു കുറവും വരാതിരിക്കാൻ രാവണൻ ശ്രദ്ധിച്ചിരുന്നു. എവിടുന്നോ വന്ന ഒരു വാനരൻ കൊട്ടാരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. സൈന്യാധിപൻ രാവണനെ അറിയിച്ചു. വാനരനെ പിടിച്ചു കെട്ടുവാൻ ഉത്തരവ് നൽകി. ബന്ധനസ്ഥനായ ഹനുമാൻ സീതയെ രാമൻ നൽകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ രാവണൻ യുദ്ധത്തിന് തയ്യാറാണ് അറിയിച്ചുകൊണ്ട് ഹനുമാനെ വിട്ടയച്ചു. എന്നാൽ ഹനുമാൻ ആ കൊട്ടാരം ഭാഗികമായി അഗ്നിക്ക് ഇരയാക്കി. എന്നാൽ രാവണന്റെ പ്രജകൾ രാമൻ സീതയെ വിട്ടുകൊടുക്കാൻ ഒരുപക്ഷം വാദിച്ചു. എന്നാൽ മറ്റൊരു കൂട്ടർ രാമൻ മീനാക്ഷിയോട് ചെയ്ത അത്രക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്ന് വാദിച്ചു. ശേഷം വിഭീഷണനും ഒരു കൂട്ടം ജനങ്ങളും രാമപക്ഷം ചേർന്നു. എന്നാൽ രാവണൻ മൗനം പാലിച്ചു. വിഭീഷണന്റെ സഹായത്തോടെ രാമൻ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കി. മേഘനാഥന്റെ മേൽനോട്ടത്തിൽ രാവണൻ സൈന്യവും ഒരുങ്ങി. തുടർന്ന് യുദ്ധം. ഇന്ന് യുദ്ധത്തിന്റെ 7-ാം ദിവസം. രാവണൻ യുദ്ധത്തിനായി തയ്യാറായി. എന്നാൽ മണ്ഡോദരി തടഞ്ഞു. ഇത് ധർമ്മയുദ്ധമാണ്, എന്റെ സഹോദരിയോട് ക്രൂരകൃത്യം ചെയ്തവരോടുള്ള യുദ്ധം. സർവോപരി എന്റെ വേദവതിക്കായി, ഞാൻ അവളോട് കാണിച്ച അനീതിക്കായുള്ള യുദ്ധം. ദേവി ചെന്ന് സീതയെ കാര്യങ്ങൾ ധരിപ്പിക്കുക. രാമൻ ഉടനെ എത്തും എന്നും അറിയിക്കുക. രാവണൻ ചന്ദ്രഹാസവും കൈലേന്തി രണഭൂമിയിൽ എത്തി. രാവണന്റെ ഗർജനനം വാനര സൈന്യത്തിനെ വിറപ്പിച്ചു. വിഭീഷണന്റെ ഉപദേശത്താൽ രാവണന്റെ രക്ഷാകവചങ്ങൾ വാനരന്മാർ കെട്ടേച്ചു. രാവണൻ വിഭീഷണനെ നോക്കി പുഞ്ചിരിച്ചു. രാമൻ നേരെ കുതിച്ച് ചാടി. ഈ സമയം രാവണന്റെ ഉദരം ലക്ഷ്യമാക്കി വില്ലുകുലിച്ചു. രാവണൻ നിലം പതിച്ചു. അവന്റെ കണ്ണുകൾ മങ്ങി തുടങ്ങി. അവൾ അവന്റെ അരികിൽ വന്ന് മെല്ലെ തലോടി. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് വീരമൃത്യു വരിച്ചു.